സമയം രാവിലെയാണ്. നേരം വെളുത്തപ്പോൾ തന്നെ നമ്മുടെ സൈദും ഷാനനും കൂടെ കുറുകിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതും കണ്ടുകൊണ്ട് ചെറുക്കനപ്പുറത്തിരിക്കുന്നുണ്ട് ബൂണ്. നല്ല കലിപ്പാണ്. ഈ സമയത്താണ് ഹെർലി ബൂണിന്റെ അടുത്തേക്ക് വരുന്നത്. ഹെർലി ചോദിക്കുന്നത്, അല്ല ബൂണെ, എല്ലാ ദിവസവും രാവിലെ നീ ആ ലോക്കറ്റ് കൂടെ വേട്ടയാടാൻ പോകുന്നുണ്ടല്ലോ, പന്നീനെ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരൊറ്റ പന്നീനെ പോലും കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഒരാഴ്ചയായി പന്നിയിറച്ചി കഴിച്ചിട്ട്. അതെന്താ നിങ്ങൾക്ക് പന്നീനൊന്നും കിട്ടാത്തത് എന്നാണ് ഹെർലിയുടെ ചോദ്യം. അതേക്കത് ബോൺ പറയുന്നത്, മോനെ ഹെർലി, എനിക്കും ലോക്കിനും കാടിനകത്ത് പന്നി ഫാം ഒന്നുമില്ല. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ പന്നീനും പിടിച്ചോണ്ട് വരാൻ. ഈ പന്നീനെ ഓടിച്ചിട്ട് പിടിക്കണം, അതങ്ങനെ നിന്ന് തരുമൊന്നുമില്ല എന്നാണ് ബോൺ പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ, ശരി, ഞാൻ വിശ്വസിച്ചു. എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. പന്നിയിറച്ചി കഴിക്കാനേ കൊതിയായിട്ട് പാടില്ല എന്നും പറഞ്ഞിട്ട് ഹെർലി അവിടുന്ന് പോയി. എന്നാൽ ബോണ ഒന്നും മൈൻഡ് ചെയ്തില്ല. അവനിപ്പോഴും നോക്കുന്നത് ഷാനനെ തന്നെയാണ്. അവിടുത്തെ ആ കുറുകലാണെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി കാണിക്കുന്നത് ബോണിന്റെ പാസ്റ്റ് ആണ്. ഒരു ദിവസം ബോണും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് അവന് ഷാനന്റെ കോള് വരുന്നത്. അവള് ഫോൺ വിളിച്ചിട്ട് പറയുന്നത് അവള് വല്ലാത്തൊരു പ്രശ്നത്തിലാണ്, നീ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന്. മാത്രമല്ല അവളെ സംസാരിക്കുമ്പോൾ വല്ലാതെ കരയുന്നുമുണ്ട്. അതേക്കുന്ന ബോണിന് ശരിക്കും ടെൻഷനായി. നീ എവിടെയാണിപ്പോ? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവള് പറയുന്നത്, ഞാൻ ഓസ്ട്രേലിയയിലാണെന്നാണ്. ഇത്രയുമാണ് ഇപ്പൊ അവന്റെ പാസ്റ്റിൽ കാണിക്കുന്നത്. ഇനി തിരിച്ചു വരാം. സയ്യിദ് ഇപ്പം ആ കടൽ തീരത്തോടെ നടക്കുമ്പോഴാണ് നല്ല ഹാലിളകിയിട്ട് ബൂൺ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. മര്യാദയ്ക്ക് അവളുടെ പുറകെ നടക്കുന്ന പരിപാടി നിർത്തിക്കോ എന്നാണ് ബൂൺ പറയുന്നത്. അത് കേൾക്കുന്ന സയ്യിദിന് ചിരിയാണ് വരുന്നത്. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും എന്നാണ് അവന്റെ ചോദ്യം. പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ബോൺ ഒന്ന് സ്റ്റെക്കായി. എന്നാൽ ഈ സമയത്താണ് അപ്പുറത്തുനിന്ന് ലോക്ക് വിളിക്കുന്നത്, നമുക്ക് കാട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട്. അവർക്ക് ചില സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പോവാതിരിക്കാൻ ബോണിനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം എന്ന് സയ്യിദിന്റെ അടുത്ത് പറഞ്ഞിട്ട് ബോൺ ലോക്കിന്റെ അടുത്തേക്ക് പോയി. ആയിക്കോട്ടെ എന്ന് സയ്യിദും പറഞ്ഞു. അങ്ങനെ ലോക്കും ബോണും കാട് കയറി. ആ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ലോക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, നീ അവനായിട്ട് അധികം ഉടക്കാൻ നിൽക്കണ്ട, അത് നിനക്ക് നല്ലതിനായിരിക്കത്തില്ല. അതേക്കുന്ന ബൂൺ പറയുന്നത്, പിന്നെ ഉടക്കാതെ, അവന് ഷാനന്റെ മേലെ ഒരു കണ്ണുണ്ട്, ഞാൻ അനുവദിച്ചു കൊടുക്കത്തൊന്നുമില്ല അത് എന്നാണ് ബൂൺ പറയുന്നത്. അങ്ങനെ അവര് നടന്ന് ഒരു അരുവിയുടെ അടുത്തെത്തി. ഈ സമയം ലോക്ക് പറയുന്നത്, എടാ, അവനെ എന്തിനും പോന്നവനാണ്, ഒരിക്കലും അവനെ പിണക്കുന്നത് നമുക്ക് നല്ലതല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്തണം, അതാണ് ബുദ്ധി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. ലോക്ക് അത് പറഞ്ഞു കഴിയുമ്പോൾ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കാട് കയറുന്നുണ്ടല്ലോ, ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഒറ്റ പന്നിയെ പോലും പിടിച്ചോണ്ട് പോയിട്ടില്ല. ഇനി ഇതൊക്കെ വല്ലാത്ത പ്രശ്നത്തിലേക്കായിരിക്കും പോവുക. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ബോൺ അത് പറഞ്ഞു കഴിയുമ്പോൾ, ഓ, പന്നിയെ പിടിച്ചോണ്ട് പോകാത്താണോ അവരുടെ പ്രശ്നം? കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മൾ പന്നിയെ കൊണ്ട് കൊടുക്കാത്തത്. ഈ കാട്ടിൽ വേറെ എന്തുമാത്രം പഴങ്ങളുണ്ട്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോടെ. പിന്നെ നമ്മളിപ്പോൾ നോക്കുന്നതേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് നീ അത് വിട്ടേക്ക് എന്നും പറഞ്ഞിട്ട് ലോക്ക് അവിടേക്ക് ഇരുന്നു. ഇപ്പം അയാൾ നോക്കുന്നത് അന്ന് രാത്രി അവർ കണ്ട ആ മെറ്റലിന്റെ സാധനം ഉണ്ടല്ലോ, അതാണ്. അവിടുത്തെ ഇലകളൊക്കെ അവർ മാറ്റി. ഇപ്പം ആ സാധനം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതൊരു വാതിലാണ്, ഒരു ഹാച്ച്. അതിപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞപ്പം ലോക്ക് അവനോട് പറയുന്നത്, ഇനി ഇതിന് മാത്രമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വേറെ ഇനി എന്തോ ഉള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഹെർലി ഇപ്പം ജാക്കിന് കൂടെ കൂടിയിരിക്കുകയാണ്. മിസ്റ്റർ ജാക്ക്, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ വേറെ ആരോടും പോയി പറയരുത്. ഒരു ഡോക്ടർ പേഷ്യന്റ് എന്ന രീതിയിൽ മാത്രമേ അതിന് കാണാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, എന്താ പ്രശ്നം? അതെ ജാക്ക്, എനിക്ക് വല്ലാത്ത ദഹന പ്രശ്നം കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ദഹന പ്രശ്നം ഉണ്ടാവാൻ ഇപ്പം എന്താണ് കാരണം? നീ എന്തൊക്കെയാണ് ഇപ്പം കഴിക്കുന്നത്? കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കിട്ടുന്ന പഴങ്ങളൊക്കെ, വാഴപ്പഴം, മാങ്ങ, കർമൂസ, തേങ്ങ, അങ്ങനെ കിട്ടുന്നൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഓ, ഫ്രൂട്ട്സ് മാത്രമേ നീ കഴിക്കുന്നുള്ളൂ അല്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കും, അപ്പം ശരിയായിക്കോളും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമോ? അതിന് ഞാനിനി എവിടെയാണ് പോകേണ്ടത്? പന്നിയിലല്ലേ പ്രോട്ടീൻ ഉള്ളൂ. ഒരാഴ്ചയായി പന്നിയിറച്ചി കഴിച്ചിട്ട്. എടാ ഹെർലി, പന്നിയിൽ മാത്രമല്ല പ്രോട്ടീൻ ഉള്ളത്. നിനക്ക് മീൻ കഴിക്കാലോ, മീനിൽ പ്രോട്ടീൻ ഉണ്ട്. ആ ജിൻസ് എന്നും കുറെ മീനെ പിടിക്കുന്നുണ്ട്, നീ അവനോട് ചെന്ന് ചോദിക്കേ. ജിന്നോ? അത് നടക്കത്തില്ല. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിയ ആ ദിവസം ഉണ്ടല്ലോ, അന്ന് അവൻ എനിക്കൊരു സാധനം കഴിക്കാൻ തന്നു. അപ്പം തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അവനോട് പോയിട്ട് മീൻ ചോദിക്കും? അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല എന്നാണ് ഹെർലി പറയുന്നത്. അവൻ ഇത്രയും കാര്യങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് അവൻ അവിടെ നിന്നും കുറച്ച് ഇലകൾ പറിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ, അല്ല നിനക്കെന്തിനാണ് ഈ ഇലകൾ? നീ ഇതാണിപ്പോൾ കഴിക്കാൻ പോകുന്നത്? ഇത് കഴിക്കാനല്ല, തുടയ്ക്കാനാണ് എന്നും പറഞ്ഞിട്ട് ഹെർലി അവിടെ നിന്ന് ഓടിപ്പോയി. അത് കാണുന്ന ജാക്കിനാണെങ്കിൽ ചിരിയാണ് വരുന്നത്. ഈ സമയം തന്നെ കേറ്റ് ആണെങ്കിൽ കാട്ടിലൊരിടത്തോളം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ജാക്ക് അവളുടെ അടുത്തേക്ക് വരുന്നത്. നീ ഇവിടെ എന്തെടുക്കാണ്? അത് കേൾക്കുമ്പം അവൾ അവന് കുറച്ച് പാഷൻ ഫ്രൂട്ടിന് വിത്ത് കാണിച്ചു കൊടുത്തു. ഇതെന്തിനാണ് വിത്ത് കളക്ട് ചെയ്യുന്നത്? അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ട് അവൾ ജാക്കിനെ വിളിച്ചോണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോവാണ്. ഇപ്പൊ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ സണ്ണ് ഇരിക്കുന്നുണ്ട്. അവൾ അവിടെ ഒരു കൃഷിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ ജാക്കിന് ഭയങ്കര കൗതുകമായി. ഇതെന്തായാലും നന്നായി. എന്തായാലും പന്നികളെ കഴിച്ചുകൊണ്ട് അധിക കാലം നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പന്നികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരികയാണ്. ജാക്ക് അത് പറയുമ്പം കേറ്റ് പറയുന്നത്, പന്നികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടൊന്നുമല്ല, പന്നികളെ പിടിക്കണ്ട എന്ന് ലോക്ക് അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. ലോക്ക് അങ്ങനെ തീരുമാനിച്ചെന്നോ? ആര് പറഞ്ഞു? എന്തിനാ അയാൾ അങ്ങനെ തീരുമാനിക്കണം? പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ജാക്ക്, അയാളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ആ പന്നിയെ പിടിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് വട്ടല്ലായിരുന്നു. ഇപ്പം അയാൾക്ക് നേരം വെളുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് അയാൾ നിർത്തി. അവൾ അത് പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം എന്ന് അവനും തോന്നി. ഈ സമയം തന്നെ ലോക്കും ബൂണും ആ ഹാച്ചിന്റെ അടുത്താണ്.
കുറേ നേരമായിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. ആ ഹാച്ചിനാണെങ്കിൽ ഒരു ലോക്കില്ല, അത് പിടിക്കാൻ ഒരു പിടിയുമില്ല. അതുകൊണ്ട് അവരാദ്യം കുത്തി തുറക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ അതിലൊരു ഗ്ലാസ് ഉണ്ടല്ലോ, അത് തല്ലി പൊട്ടിക്കാൻ നോക്കി, അതും നടന്നില്ല. അതുകൊണ്ട് ഇത് തുറക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവരവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ബൂണിന്റെ പാസ്റ്റാണ്. ഷാനൻ വിളിച്ചതിനെ തുടർന്ന് ബൂൺ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള അവൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ആ വീട്ടിൽ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവന്റെ പേര് ബ്രയാൻ എന്നാണ്. ബൂൺ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഷാനനും പുറത്തേക്ക് വന്നു. എന്നാൽ അവനോട് വിളിച്ച് സംസാരിച്ച പോലെയല്ല അവളിപ്പോൾ പെരുമാറുന്നത്. അവൾക്കൊരു കുഴപ്പമില്ല. അവളിപ്പോൾ ബൂണിനോട് പറയുന്നത്, നീ എന്താ പെട്ടെന്ന് വന്നത്, ഞങ്ങളിപ്പോൾ പുറത്തു പോകാൻ നിൽക്കുകയായിരുന്നു, ഇനി അർജന്റ് കാര്യം വല്ലതാണെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അവളത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളുടെ മുടിയൊന്ന് മാറ്റുന്നുണ്ട്. ഈ സമയം അവളുടെ നെറ്റിയിലായിട്ട് ഇടി കൊണ്ടൊരു പാടും കാണുന്നുണ്ട്. ബൂൺ അത് ശ്രദ്ധിച്ചു. അതിൽ നിന്നും അവളിപ്പോൾ ഈ സംസാരിച്ചൊക്കെ അഭിനയമാണ്, ഇവൻ അവൾക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ബൂണിന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് നാളെ കാണാം എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയുമാണ് അവന്റെ പാസ്റ്റിൽ കാണിക്കുന്നത്. ഇനി തിരിച്ചു വരാം. അങ്ങനെ ജാക്ക് പറഞ്ഞനുസരിച്ചിട്ട് മറ്റൊരു നിവൃത്തിയില്ലാതെ ഹെർലി ഇപ്പം ജിന്നിന്റെ കൂടെ കൂടി. ജിൻ ഇപ്പം മീൻ പിടിക്കാൻ വേണ്ടി വലയും കൊണ്ട് കടലിലേക്ക് പോവാണ്. ഹെർലി ആണെങ്കിൽ മീനിനെ പിടിക്കാൻ ഒരായുധം ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നീ എനിക്ക് മീനിനെ പിടിച്ചു തരുമൊന്നും വേണ്ട, മീൻ എവിടെയാണുള്ളതെന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കി ടൂള് വെച്ചിട്ട് ഞാൻ സിമ്പിളായിട്ട് മീനിനെ പിടിച്ചോളാം എന്നാണ് ഹെർലി പറയുന്നത്. അവൻ ആംഗ്യം കാണിച്ചിട്ടാണ് അത്രയും കാര്യം പറഞ്ഞു ഒപ്പിക്കുന്നത്. എന്നാൽ ഈ സമയം അമച്ചറാനോ കുറിയാനോ എന്നും പറഞ്ഞിട്ട് ജിൻ അവിടുന്ന് പോയി. ഇനി വല്ല തെറിയുമായിരിക്കും ഇവൻ പറഞ്ഞത് എന്നും ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഹെർലി. ഈ സമയം തന്നെ ലോക്കും ബൂണും ആ ഹാച്ചിന്റെ അടുത്തുനിന്ന് തിരിച്ച് ബീച്ചിലേക്ക് നടക്കുകയാണ്. അതിനിടയിലാണ് ബൂൺ ഒരു കാര്യം പറയുന്നത്. അല്ല ലോക്ക്, ഇനി എന്താ പരിപാടി? ഇന്നും പന്നിയെ പിടിക്കാതെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സമയം എന്ത് ചെയ്യായിരുന്നു എന്ന് അവർ ചോദിക്കും. നിങ്ങളോട് ചോദിക്കില്ലായിരിക്കും, പക്ഷെ എന്നോട് എന്തായാലും ചോദിക്കും. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കിക്കോളാം, പക്ഷെ ഷാനനെ എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഹാച്ചിന്റെ കാര്യം ഞാൻ അവളോട് പറയാൻ പോവാണ് എന്നാണ് ബൂൺ പറയുന്നത്. അയാൾ ആദ്യം അത് പറഞ്ഞ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ബൂൺ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഷാനോട് പറഞ്ഞേ അടങ്ങൂ എന്ന വാശിയിലാണ് അവൻ. അവനിങ്ങനെ വാശി പിടിക്കുന്ന കാണുമ്പോൾ ലോക്ക് അതിന് സമ്മതിച്ചു. അതിനെ തുടർന്ന് ബൂൺ അവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അയാൾ ബൂണിനെ അടിച്ചു വീഴുന്നത്. അതോടുകൂടെ അവന് ബോധം പോവുകയും ചെയ്തു. പിന്നീട് അവന് ബോധം വരുമ്പം ലോക്ക് അവനെ ആ കാട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന്റെ മുമ്പിലായിട്ട് ലോക്കും ഇരിക്കുന്നുണ്ട്. അയാൾ എന്തോ ഒരു മരുന്നുണ്ടാക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിയിട്ടത്? ഞാനിനി അവളോട് പറയുന്നില്ല, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് അഴിച്ചുവിട്. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടും അയാൾ അഴിച്ചുവിടുന്നില്ല. അയാളിപ്പം ഉണ്ടാക്കിയ മരുന്നുണ്ടല്ലോ, അത് അവന്റെ തലയിൽ തേച്ചു കൊടുത്തു. അവിടെയാണ് അയാൾ അടിച്ച മുറിവുള്ളത്. അങ്ങനെ ആ മുറിവിൽ മരുന്ന് തേച്ചതിന് ശേഷം അയാൾ ഒരു കത്തി അവന് എറിഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ അയാൾ പറയുന്നത്, നിനക്ക് ചില പ്രശ്നങ്ങളുണ്ട്, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ നിനക്ക് അറിയത്തില്ല. ഇനി നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ മുന്നിലുള്ള കത്തി നീ എടുക്കണം, എന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ നോക്ക്, അല്ലാതെ നിന്നെ ഇവിടെ രക്ഷിക്കാൻ ആരും വരത്തില്ല എന്നും പറഞ്ഞിട്ട് ലോക്ക് അവിടുന്ന് പോയി. അങ്ങനെ അയാൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പം അവൻ ആ കത്തി എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ഉറക്കെ നിലവിളിക്കുകയാണ്. അതിൽ ആരും തന്നെ അത് കേൾക്കുന്നുമില്ല. ഇനി കാണിക്കുന്നത് ഈ ബൂണിന്റെ പാസ്റ്റാണ്. ബൂൺ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ആ ബ്രയാൻ ഷാനനെ ഉപദ്രവിച്ചില്ലേ, അത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ ആ പോലീസുകാരൻ പറയുന്നത് തെളിവില്ലാതെ കംപ്ലൈന്റ് എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെ ഈ കാര്യം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് പോലീസുകാർ നമ്മുടെ സോയറിനെ അതിൽ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഈ സമയം അയാൾ പറയുന്നത്, നിന്റെ സിസ്റ്ററിന്റെ ബോയ് ഫ്രണ്ട് ഇപ്പൊ അവിടേക്ക് കൊണ്ടുപോയവനാണെങ്കിൽ എനിക്കിത് കേസെടുക്കാൻ പറ്റും. ഇത് നീ ഇപ്പൊ പറയുന്നത് ഒരു തെളിവില്ലാത്ത ഒരാളെ കുറിച്ചാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ സിസ്റ്ററിന്റെ സെക്കൻഡ് നെയിമും നിന്റെ സെക്കൻഡ് നെയിമും മാറ്റമുണ്ടല്ലോ, അതെന്താ അങ്ങനെ? അയാൾ അത് ചോദിക്കുമ്പോഴാണ് ബൂൺ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് ഈ ഷാനൻ എന്ന് പറയുന്നത് ഇവന്റെ നേരെ സിസ്റ്റർ അല്ല, ഇവന്റെ സ്റ്റെപ്പ് സിസ്റ്ററാണ്. ഓ, അപ്പൊ സ്റ്റെപ്പ് സിസ്റ്റർ ആണല്ലേ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, തെളിവില്ലാതെ ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിന്റെ സിസ്റ്ററിന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഒരു കംപ്ലൈന്റ് തരാൻ പറ എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത്. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ബൂൺ നേരെ പോകുന്നത് ആ ബ്രയാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതേ അവന്റെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. ഇപ്പൊ ബൂൺ അങ്ങോട്ട് ചെന്നിട്ട് ബ്രയാനോട് പറയുന്നത്, നീ എന്റെ സിസ്റ്ററിനെ ഒഴിവാക്കി പോകണം, അതിന് ഞാൻ നിനക്ക് $25,000 തരാം. ഇതിപ്പോ മൂന്നാമത്തെ ആളെയാണ് അവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുക്കുന്നത്, അതോടെ ഈ പൈസയും മേടിച്ച് നീ പോകാൻ നോക്ക്. എന്നാൽ അത് കേൾക്കുമ്പോൾ ബ്രയാൻ പറയുന്നത്, $25,000? എന്റെ പ്രണയത്തിന്റെ വില അത്രയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു 50,000 താ, എന്നാ ഞാൻ ഒഴിവാക്കിയേക്കാം. അത് കേട്ടതും ബൂൺ ആണെങ്കിൽ ചെക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഇപ്പൊ അവന്റെ പാസ്റ്റിൽ കാണിക്കുന്നത്. ഇനി തിരിച്ചു വരാം. ഈ സമയം ജിന്നാണെങ്കിൽ കടലിൽ നിന്ന് മീൻ പിടിക്കുകയാണ്, വലയിട്ടിട്ട്. അപ്പുറത്തായിട്ട് നമ്മുടെ ഹെർലി മീനിനെ പിടിക്കുന്നുണ്ട്. അവനൊരു കള്ളിമുണ്ട് വെച്ചിട്ടാണ് പിടിക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഒരു മീനും കിട്ടിയിട്ടില്ല. ജിൻസു ആണെങ്കിൽ 3 മീനെ പിടിച്ചിട്ടുണ്ട്. ദിഗോ ദേക്കോജി പീന ബുക്തിന. ആ, എനിക്ക് മനസ്സിലായി, നീ തന്നെ ജയിച്ചു, നീ ആ മീനും കൊണ്ട് പോയിക്കോ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഹെർലി കരയിലേക്ക് കയറി. ഈ സമയത്താണ് അവന്റെ കാലിലൊരു മുള്ള ഇറക്കുന്നത്. അതോടുകൂടെ അവൻ ഉറക്കെ നിലവിളിച്ചു. അത് കണ്ടതും ജിന്ന് ചെന്നിട്ട് വേഗം അവനെ പിടിച്ചു. എന്നാൽ അവനെ കൊണ്ട് പറ്റും അവനെ താങ്ങാൻ. പക്ഷെ എങ്കിലും കഷ്ടപ്പെട്ട് ജിൻ അവനെ കരയിലേക്ക് ആക്കി. എന്നിട്ട് അവൻ അവിടെ കിടത്തിയതിനു ശേഷം ജിൻ അവന്റെ കാല് പൊക്കി നോക്കി. ദിഗോ ദൊക്തിര ബാക്തിരിക്കോ. അയ്യോ, അതൊന്നും വേണ്ട, നീ ഒന്ന് മൂത്രം വെച്ചാൽ മതി, എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ അപ്പം പോയിക്കോളും. എന്നാൽ ജിന്നിനുണ്ടോ അത് മനസ്സിലാവുന്നു. അവനിപ്പോഴും അവന്റെ കാലിലുള്ള ആ മുള്ളെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഹെർലി ആണെങ്കിൽ, നീ ദയവ് ചെയ്തൊന്ന് മൂത്രം ഒഴിക്കുകയും എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹെർലി അവന്റെ പാൻറ്റിലും കയറി പിടിച്ചു.
അത് കാണുന്ന ജിന്നാണെങ്കിൽ അവന്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റി. എന്നിട്ട് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് വാക്കും പറഞ്ഞു, നോ. എന്നാൽ അപ്പോഴേക്കും ഹെർലി ആണെങ്കിൽ അവശനായി. എങ്കിലും അവനെ കൊണ്ടൊരു ഇംഗ്ലീഷ് വാക്ക് പറയിപ്പിച്ചല്ലോ എന്ന ആശ്വാസത്തിലാണ് അവൻ. ഈ സമയം തന്നെ സൈദാണെങ്കിൽ ആ ഡാനിയലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മാപ്പൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ദിശ മനസ്സിലാക്കാനാണ് അവൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അവനൊരു സൂചി വെച്ച് ഒരു കോമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഉടായ്പ സെറ്റപ്പാണ്, എന്നാൽ അത് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഈ സമയത്താണ് ലോക്ക് അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ സൈദ് കാര്യങ്ങളൊക്കെ ലോക്കിന്റെ അടുത്ത് പറഞ്ഞു. കോമ്പസ് ഇല്ലാത്താണ് അവന്റെ പ്രശ്നം എന്ന് മനസ്സിലാവുമ്പോൾ ലോക്ക് അയാളുടെ കയ്യിലെ കോമ്പസ് എടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഈ കോമ്പസിന്റെ ആവശ്യമില്ലേ? ഇല്ല, ഇനി എനിക്കതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ലോക്ക് അവിടുന്ന് പോയി. ഈ സമയം ബോണാണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കയറഴിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നാൽ അതിനിടയിലാണ് അവനൊരു നിലവിളി കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ അത് ഷാനന്റെ സൗണ്ടാണ്. ഈ സമയം അവൻ അവളെ ഉറക്കെ വിളിച്ചു. അവള് പറയുന്നത് എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ്. മാത്രമല്ല അവളത് പറഞ്ഞു കഴിഞ്ഞതും ഒരു ഭീകര അലർച്ച അവൻ കേട്ടു. അത് ആ മോൺസ്റ്റർ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. ആ അലർച്ച പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുറന്ന് അവളാണെങ്കിൽ വല്ലാണ്ട് നിലവിളിക്കുന്നുണ്ട്. ഇപ്പൊ ബോണാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അവൻ ആ കത്തി എടുക്കാൻ വേണ്ടി വീണ്ടും ട്രൈ ചെയ്തു. ഇത്തവണ അവൻ ആ കത്തി എടുക്കാൻ പറ്റി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കയറൊക്കെ പൊട്ടിച്ചിട്ട് അവൻ നേരെ ഷാനന്റെ അടുത്തേക്ക് ഓടി. അവളെ അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ കെട്ടുകളൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് അവളെയും കൊണ്ട് തിരിച്ചോടാണ്. ഈ സമയം ആ അലർച്ച അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ വേഗം ഒരു മരത്തിന്റെ ഇടയിലേക്ക് കയറിയിരുന്നു. അത് പെട്ടെന്നാണ് എന്തോ വന്നിട്ട് ആ മരത്തിലിങ്ങനെ ശക്തിയായിട്ട് ഇടിക്കുന്നത്. അത് കണ്ട് അവരാണെങ്കിൽ പേടിച്ച് അതിനകത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സമയം തന്നെ ജാക്ക് ആണെങ്കിൽ കാട്ടിലൊരു സ്ഥലത്തൂടെ നടക്കുകയാണ്. അതിനിടയിലാണ് സയ്യിദ് അവന്റെ അടുത്തേക്ക് വരുന്നത്. സയ്യിദ് വന്ന ഉടനെ തന്നെ അവനോട് ചോദിക്കുന്നത് വടക്ക് എവിടെയാണെന്നാണ്. ഈ സമയം ജാക്ക് ആണെങ്കിൽ അവിടേക്ക് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വടക്ക് ഏതാണെന്ന് കാണിച്ചു കൊടുത്തു. നീ പറഞ്ഞത് കറക്റ്റാണ്, വടക്ക് അവിടെ തന്നെയാണ്. പക്ഷെ നീ ഈ കോമ്പസ് കണ്ടില്ലേ, ഇതിൽ വടക്ക് ഇപ്പുറത്തേക്കാണ് കാണിക്കുന്നത്. സാധാരണ കാന്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 1-2 ഡിഗ്രി ഒക്കെ മാറി കാണിക്കും. പക്ഷെ ഇതിൽ നല്ല മാറ്റമുണ്ട്. അവനത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോമ്പസ് കേടായിരിക്കും. അല്ല, ഇത് ആരാ നിനക്ക് തന്നത്? വേറെ ആര് തരാൻ? ലോക്കോ? നീ അയാളെ എവിടെ വെച്ചാ കണ്ടത്? എവിടെ വെച്ചാ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈൽ അപ്പുറത്ത് ആ കാട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് സയ്യിദ് അവിടുന്ന് പോയി. ഈ സമയം ജാക്ക് ആണെങ്കിൽ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേസമയം ബോണും ഷാനനും ഇപ്പോഴും ആ മരത്തിന്റെ ഇടയിൽ തന്നെയാണ്. ഇപ്പൊ ആ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതിനിടയിലാണ് ഷാനൻ ഒരു കാര്യം ചോദിക്കുന്നത്. നിന്നെ കെട്ടിയിട്ടതാ ലോക്കല്ലേ? എന്താണ് നീ അയാളെ ചെയ്തത്? ഞാൻ അയാളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ഈ കാര്യം ഒന്നും സംസാരിക്കണ്ട. ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ബൂൺ അവിടെ നടക്കാൻ തുടങ്ങി. ഇനി കാണിക്കുന്നത് ബൂണിന്റെ പാസ്റ്റാണ്. അവനെ പൈസ കൊടുത്ത് ഒതുക്കിയതിന് ശേഷം ബൂൺ ഇപ്പൊ ഷാനന്റെ അടുത്തേക്ക് എത്തി. നീ പെട്ടെന്ന് റെഡി ആയിക്കേ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് ഇവിടുന്ന് പോവാം. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടും അവൾ അനങ്ങുന്നില്ല. ഈ സമയത്താണ് ബ്രയാനും ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോഴാണ് അവന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവള് കളിച്ചത് ഒരു നാടകമായിരുന്നു, ആ പൈസ അവന്റെ അടുത്ത് മേടിക്കാൻ. അവൻ ആ കാര്യം ചോദിക്കുമ്പോൾ ബ്രയാൻ പറയുന്നത് അവള് നിന്റെ അടുത്ത് പിടിച്ചു പറിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അവൾക്ക് അവകാശപ്പെട്ട പൈസയാണ് അവൾ മേടിച്ചത്, അതുകൊണ്ട് നീ കൂടുതൽ ഇവിടെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ അത് പറഞ്ഞു കഴിയുമ്പം ബൂൺ അവളോട് ചോദിക്കുന്നത്, അപ്പൊ ഇതിനു മുമ്പ് നിന്റെ 2 ബോയ് ഫ്രണ്ട്സിനെ ഞാൻ പൈസ കൊടുത്ത് ഒതുക്കിയതും നീ കളിച്ച കളി തന്നെയായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ പിടിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ബ്രയാൻ അവനെ കയറി പിടിച്ചു. എന്നിട്ട് അവനെ വല്ലാണ്ടിട്ട് ഇടിക്കുകയാണ്. അത് കാണുമ്പോൾ ഷാനും വന്നിട്ട് ബ്രയാനെ പിടിച്ച് മാറ്റുകയും ചെയ്തു. ഇപ്പൊ ബൂണിന്റെ മൂക്കുന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കടത്തോടെയാണ് പാവം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത്രയുമാണ് ബൂണിന്റെ പാസ്റ്റിൽ കാണിക്കുന്നത്. ഇനി തിരിച്ചു വരാം. അങ്ങനെ ജാക്ക് ഇപ്പം ലോക്കിനെ കണ്ടുപിടിച്ചു. അയാൾ കടൽ തീരത്തിരുന്ന് കപ്പൽ വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. എന്തായി കാര്യങ്ങൾ? വല്ല കപ്പലും വന്നോ? ഇന്ന് ഉച്ച ഈ സമയം വരെ വന്നിട്ടില്ല. വരുമായിരിക്കും. എന്നാ പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ. പിന്നെന്താ, ഇരുന്നോ. അയാളത് പറയുമ്പോൾ അവൻ അവിടേക്ക് ഇരുന്നു. നമ്മൾ കുറെ ദിവസമായില്ലേ പരസ്പരം സംസാരിച്ചിട്ട്? ശരിയാ, കുറെ ദിവസമായി. നീ പിന്നെ ബിസിയല്ലേ? ആ, ഞാൻ ബിസിയായിരുന്നു. അല്ല, ബോൺ അവിടെ? അവനെന്ന് കണ്ടില്ലല്ലോ. ശരിയാ, ഞാനും ഇന്ന് അവനെ കണ്ടില്ല. നിങ്ങൾ കണ്ടില്ലാന്നോ? കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഒരുമിച്ചാണല്ലോ എപ്പോഴും നടക്കാറ്. ഒരുമിച്ചാണ് നടന്നിരുന്നത്, പക്ഷെ എപ്പോഴും എനിക്ക് അവനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. ആ, അത് ശരിയാ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പന്നീനെ പിടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയോ? ഓ, പന്നി വിഷയമാണല്ലേ. ഓക്കെ ജാക്ക്, ആ കാര്യം ഞാൻ നിന്നോട് പറയാം, പക്ഷെ അത് രഹസ്യമായിരിക്കണം. ഇവിടുത്തെ ഈ പന്നികളുണ്ടല്ലോ, അവറ്റകൾ ഈ താഴ്വര വിട്ടു പോയി. നമ്മളെപ്പോലുള്ള പ്രിഡേറ്റേഴ്സ് വന്നു കഴിഞ്ഞാലേ ഇവറ്റകൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മളെ ഒരു പ്രിഡേറ്ററായിട്ടാണോ നിങ്ങൾ കാണുന്നത്? പിന്നെ അല്ലാതെ നമ്മളെക്കാൾ വലിയ പ്രിഡേറ്റേഴ്സ് ഒന്നും ഈ ഭൂമിയിൽ എവിടെയും ഇല്ല ജാക്ക് എന്നാണ് ലോക്ക് പറയുന്നത്. അത് കേൾക്കുന്ന ജാക്ക് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയം തന്നെ കേറ്റും സണ്ണും കൂടെ തിരിച്ച് ബീച്ചിലേക്ക് നടന്നു വരികയാണ്. ഇപ്പൊ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന കാര്യം കേറ്റിന് മനസ്സിലായിട്ടുണ്ട്. ഇത് വേറെ ആർക്കൊക്കെ അറിയാം. അവളത് ചോദിച്ചപ്പം മൈക്കിളിന് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് സൺ പറയുന്നത്. അപ്പൊ നിന്റെ ഹസ്ബൻഡിന് ഈ കാര്യം അറിയത്തില്ലേ? അവൾ പിന്നെയും ചോദിച്ചു. ഇല്ലല്ല, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളി അറിയാതെ ഞാൻ കൊറിയയിൽ വെച്ചിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത്. അതെന്താണ് നീ പുള്ളിനോട് പറയാത്തത്? നിനക്ക് എപ്പോഴെങ്കിലും പറഞ്ഞൂടെ? ഇല്ല കേറ്റ്, എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ അത്രമാത്രം പുള്ളിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പോയിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം ജിന്നാണെങ്കിൽ ഇപ്പോഴും ഹെർലിയുടെ അടുത്ത് തന്നെയാണ്. അവനിപ്പോൾ കടലിൽ നിന്നൊരു സാധനം എടുത്തു. അത് മറ്റേ ഈ സീ ഉർച്ചിനാണ്.
ഈ സിനിമയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ അവന് വിഷാംശം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഹെർലിക്ക് കൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അതേ സാധനം തന്നെയാണത്. അതിപ്പം വീണ്ടും അവൻ ഹെർലിക്ക് കൊടുക്കുകയാണ്. ഓ, ഇത് നീ എന്നെ കൊണ്ട് തീറ്റിച്ചേ അടങ്ങുള്ളൂ അല്ലേ? ഓക്കെ, ഞാനിത് കഴിക്കാം, പക്ഷെ ഇത് കഴിച്ചത് നീ എനിക്കൊരു മീനിനെ തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവനത് മേടിച്ച് കഴിച്ചു. എന്നാൽ അത് കഴിച്ചതും അവൻ അങ്ങോട്ട് വല്ലാണ്ട് ഛർദ്ദിക്കുകയാണ്. ഇതേസമയം ജാക്ക് ആണെങ്കിൽ ചാർലിയുടെ അടുത്താണ്. അവന് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവന് മരുന്ന് കൊടുത്തതിന് ശേഷം അവരവിടെ വിറക് കത്തിക്കാൻ തുടങ്ങുകയാണ്. അല്ല ചാർലി, ഈ ലോക്കിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അയാളൊരു വട്ടനാണല്ലേ? നീ എന്താ ജാക്കി പറയുന്നത്? വട്ടനോ? ഈ ദ്വീപിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാൾ കാരണമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലാതെ അയാൾ വട്ടനൊന്നുമല്ല എന്നാണ് ചാർലി പറയുന്നത്. ഇതേസമയം ഹെർലി നേരെ പോയിരിക്കുന്നത് ഗുഹയിലേക്കാണ്. അവിടെ മൈക്കിളും ഇരിക്കുന്നുണ്ട്. ഈ ഹെർലിയുടെ കയ്യിലൊരു പപ്പായ ഉണ്ടായിരുന്നു, കർമൂസ. അവന്റെ കയ്യിലത് കാണുമ്പോൾ എനിക്കും കൂടെ ഒരു കഷ്ണം തരണം കേട്ടോ എന്നാണ് മൈക്കിൾ പറയുന്നത്. അവനത് സമ്മതിച്ചു. ഈ സമയത്താണ് ജിൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ കയ്യിൽ ഒരു വലിയ മീനും ഉണ്ടായിരുന്നു. അത് അവൻ ഹെർലിക്ക് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടാണ് ജിൻ അത് അവന് കൊടുത്തിരിക്കുന്നത്. ഈ സമയം തന്നെ ജാക്ക് നേരെ പോയിരിക്കുന്നത് കെയ്റ്റിന്റെ അടുത്തേക്കാണ്. അവന്റെ കയ്യിൽ പേരക്കയുടെ കുറച്ച് വിത്തുകളുണ്ട്. അത് അവൻ കെയ്റ്റിന് കൊടുത്തു. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതേസമയം തന്നെ ബോണും ഷാനനും ഇപ്പോഴും കാട്ടിലൂടെ നടക്കുകയാണ്. അതിനിടയിൽ അവൾ പിന്നെയും ആ കാര്യം തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ലോക്ക് നിന്നെ കെട്ടിയിട്ടതെന്ന്. മാത്രമല്ല അവളെ കെട്ടിയിട്ടതും ലോക്ക് തന്നെയാണ് എന്നാണ് അവൾ പറയുന്നത്. അവളിങ്ങനെ ചോദിച്ച് വെറുപ്പിക്കുമ്പോൾ ബോൺ സത്യം പറഞ്ഞു. അതായത് അവർ കാട്ടിൽ ആ ഹാച്ച് കണ്ടെത്തിയ കാര്യം. അത് കേൾക്കുമ്പോൾ അവൾക്ക് അത്ഭുതമായി. അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അത് തുറക്കാൻ പറ്റുന്നില്ല. അത് തുറക്കാനാണ് ഞങ്ങൾ ഇത്രയും ദിവസം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ബോൺ പറയുന്നത്. അങ്ങനെ ആ കാര്യം ഒരു സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ അപ്പുറത്തു നിന്നും ഒരു മരം മുകളിലേക്ക് തെറിച്ചു പോകുന്നത്. മാത്രമല്ല ആ അലർച്ചയും കേട്ടു. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ എന്തോ ഒരു സാധനം വന്നിട്ട് ഷാനൻ അവിടെ തൂക്കിയെടുത്തോണ്ട് പോയി. അത് കണ്ട് ബോണാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് ബോണിന്റെ പാസ്റ്റാണ്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ബോൺ താമസിക്കുന്ന റൂമിലേക്ക് ഷാനൻ വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രയാൻ അവളെ തേച്ചു. ആ പൈസയും കൊണ്ട് അവൻ മുങ്ങി. ആ കാര്യം പറയാനാണ് അവൾ പങ്കിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല അവൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട്. അത് കാണുമ്പോൾ നീ ഇപ്പം മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം തിരിച്ചു പോയിക്കോ, നമുക്ക് നാളെ സംസാരിക്കാം എന്നാണ് ബോൺ പറയുന്നത്. എന്നാൽ അവൾ പോകുന്നില്ല. അവളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഓരോ തവണയും നീ എനിക്ക് പൈസ കൊണ്ടു തന്നത്. നിനക്ക് എന്നെ അത്രമാത്രം ഇഷ്ടമാണല്ലേ? പെട്ടെന്ന് അവളുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം ഉണ്ടായപ്പോൾ അവൻ ശരിക്കും പതറിപ്പോയി. യഥാർത്ഥത്തിൽ അവൻ അവളോടൊരു ഇഷ്ടമുണ്ട്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവനെ കിസ് ചെയ്യുകയാണ്. അതിനെ തുടർന്ന് അവർ ബെഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളിപ്പോൾ അവനോട് പറയുന്നത് നാളെ നമ്മൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും. അവിടേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം. അതായത് ഞാൻ നിന്റെ സിസ്റ്റർ തന്നെ ആയിരിക്കും എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് അവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇത്രയുമാണ് അവന്റെ പാസ്റ്റിൽ കാണിക്കുന്നത്. ഇനി തിരിച്ചു വരാം. ബോൺ ഇപ്പോഴും അവളെയും തെരഞ്ഞോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഷാനൻ ഇങ്ങനെ ഒരു പാറപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവൻ ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ ശരീരം മൊത്തം ആരോ കുത്തി വലിച്ച് കയറിയിരിക്കുകയാണ്. അത് കണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം രാത്രിയായപ്പം അവനൊരു കത്തിയുമായിട്ട് നേരെ പോകുന്നത് ലോക്കിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അയാളെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അയാൾ ഇടിച്ചു വീഴ്ത്തിന് ശേഷം അവൻ ആ കത്തി വെച്ചിട്ട് അയാളപ്പോൾ കുത്താൻ തുടങ്ങുകയാണ്. അത് ലോക്ക് അവനെ തടഞ്ഞു. ഈ സമയം പറയുന്നത് എല്ലാത്തിനും കാരണം താനാണ്. ഇവിടെയുള്ള ആ മോൺസ്റ്റർ എന്റെ ഷാനനെ കൊന്നു. അവൾ എന്റെ കയ്യിൽ കിടന്നിട്ടാണ് മരിച്ചത് എന്നൊക്കെയാണ് അവനിങ്ങനെ ദേഷ്യത്തിൽ പറയുന്നത്. അവനത് പറയുമ്പോൾ ലോക്ക് ചോദിക്കുന്നത് എന്നിട്ട് നിന്റെ ശരീരത്തിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ എന്നാണ്. അയാൾ അത് പറയുമ്പോഴാണ് അവനും ആ കാര്യം ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഷാനനും സൈഡ് നിൽക്കുന്നുണ്ട്. ഇവിടെ മരിച്ചത് ഞാൻ കണ്ടതാണല്ലോ. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ഓ, അപ്പൊ അതാണല്ലേ അത് നിനക്ക് കാണിച്ചു തന്നത്. ലോക്ക് ആ കാര്യം പറയുമ്പോഴാണ് അവന് കാര്യം കത്തുന്നത്. അവന്റെ തലയിൽ ലോക്ക് ചെയ്ത് കൊടുത്ത ആ മരുന്നുണ്ടല്ലോ, അതൊരു ഡ്രഗാണ്. അപ്പൊ താൻ എനിക്ക് മയക്കുമരുന്നാണല്ലേ തന്നത്? അല്ല പോൺ, അത് മയക്കുമരുന്നല്ല. ഞാൻ നിനക്കൊരു അനുഭവം തന്നതാണ്. ഈ ദ്വീപിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിനക്ക് ആവശ്യമാണ്. ഇനി പറ, അവളെ നിന്റെ കയ്യിൽ കിടന്ന് മരിച്ചതായിട്ടല്ലേ നീ കണ്ടത്? അപ്പൊ നിനക്ക് എന്താണ് തോന്നിയത്? അയാളത് ചോദിച്ചപ്പോൾ അവൻ എന്തോ ആലോചിച്ചു. എന്നിട്ട് അവൻ പറയുന്നത് എനിക്ക് വല്ലാത്ത ആശ്വാസമാണ് തോന്നിയതെന്നാണ്. അതേ പോൺ, അത് തന്നെയാണ് വേണ്ടത്. അവളെ വിട്ടുകളഞ്ഞേക്ക്, അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇപ്പം നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ലോക്ക് അവിടെ നടന്നു. ഈ സമയം ബോണാണെങ്കിൽ ഷാനനെ ഒന്ന് നോക്കിയതിന് ശേഷം അയാളുടെ പുറകെ പോവാണ്. ഇവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുതേ. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 14ാമത്തെ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നേരം വെളുത്തു. ഇതിന്റെ റെക്കോർഡിംഗ് തീർന്ന ഡേറ്റ് 12/1/2026 6:45 രാവിലെ.